സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരായ പരാതിയിൽ പ്രാഥമിക പരിശോധന ആരംഭിച്ചു പോലീസ്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കും. അടൂർ ഗോപാലകൃഷ്ണന്റെയും പരാതിക്കാരൻ ദിനു വെയിലിന്റെയും മൊഴി രേഖപ്പെടുത്തും. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഒരു വിഭാഗത്തെ ആകെ താറടിച്ചു കാണിക്കുന്നു, അധിക്ഷേപിച്ചു എന്നതുൾപ്പെടെയായിരുന്നു ദിനു വെയിലിന്റെ പരാതി. എങ്ങനെയാണ് അതിന്റെ തുടർ നടപടി? അനുജ, ദിനുവിന്റെ മാത്രം പരാതിയല്ല, ദളിത് സംഘടനകളടക്കം മ്യൂസിയം പോലീസിനും ഒപ്പം തന്നെ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. അത് പട്ടികജാതി വർഗത്തെ അധിക്ഷേപിക്കുന്നതാണ്, സ്ത്രീകളെ അടക്കം അധിക്ഷേപിക്കുന്നതാണ്, ജാതിപരമായ പരാമർശമാണ് അടൂർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്രയും അധികം പരാതികൾ ലഭിച്ചത്. ഈ പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ കേസെടുക്കണമോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് നിയമോപദേശം പോലീസ് തേടിയത്. പക്ഷേ ആദ്യഘട്ടത്തിൽ അങ്ങനെ ധൃതി പിടിച്ച് കേസെടുക്കേണ്ട എന്നുള്ള നിയമോപദേശമായിരുന്നു പോലീസിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പെറ്റീഷൻ എൻക്വയറിയുടെ ഭാഗമായി നിലവിൽ പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അടൂർ ഗോപാലകൃഷ്ണന്റെ മൊഴിയെടുക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടൂർ ഗോപാലകൃഷ്ണന്റെ ദിനുവിന്റെ ഒപ്പം തന്നെ ഈ സിനിമ നയരൂപീകരണ കോൺക്ലേവിൽ പങ്കെടുത്ത പ്രതിനിധികളിൽ ഇതിൽ ഭിന്ന അഭിപ്രായം, അതായത് അടൂർ ഗോപാലകൃഷ്ണനെതിരെ അഭിപ്രായം ഉന്നയിച്ച ആളുകൾ, പ്രത്യേകിച്ചും പുഷ്പാവതി അടക്കമുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. നിലവിൽ പുഷ്പാവതി ഇത് സംബന്ധിച്ച് എവിടെയും രേഖാമൂലമോ അല്ലെങ്കിൽ പരാതി രേഖപ്പെടുത്തിയിട്ടില്ല. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അഭിപ്രായ പ്രകാരം താൻ ഇത് സംബന്ധിച്ച് ഇനി പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു നിലപാടിലേക്ക് പുഷ്പവതി നീങ്ങിയിരുന്നു. സംസ്ഥാന സർക്കാരാണെങ്കിൽ കൂടി മന്ത്രിമാരടക്കം പല തട്ടിലാണ്, തള്ളാതെയും കൊള്ളാതെയുമാണ് ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തോട് പ്രതികരിച്ചത്. ഒപ്പം തന്നെ ഇത് സിനിമാ നയരൂപീകരണ കോൺക്ലേവിൽ ഉണ്ടായ സർക്കാരിന്റെ മുന്നേറ്റത്തെ ആ ഒരു മുന്നേറ്റം കാണാതെ പോകുന്ന രീതിയിലേക്ക് എത്തുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ കൂടി അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദം തണുപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് കൂടി എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി പോലീസിന്റെ നീക്കമാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത് സംബന്ധിച്ചുള്ള മൊഴിയെടുത്ത ശേഷം വീണ്ടും നിയമോപദേശം തേടും. അതിനുശേഷമായിരിക്കും കേസെടുക്കണമോ അടക്കമുള്ള കാര്യത്തിലേക്ക് പോലീസ് ആലോചിക്കുക. അനൂജ, സിനിമാ കോൺക്ലേവ് വേദിയിൽ വെച്ച് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിലാണ് ഇപ്പോൾ അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്.